നിന്നെ ഉപദ്രവിക്കുന്നവർ, ശൂന്യമാക്കുന്നവർ നിന്നെ വിട്ടുപോകും. എവിടെ നീ തകർക്കപ്പെട്ടോ അവിടെ തന്നെ നീ മാനിക്കപ്പെടും. അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ചിന്ത ആരംഭിക്കാം. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളിച്ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സർവശക്തനായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ 2 കാര്യങ്ങൾ എബ്രായ ലേഖന കർത്താവ് പരിശുദ്ധാത്മ നിയോഗത്തോടെ എഴുതി ഈ എബ്രായ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമേ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, അബ്രഹാമേ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. അവിടെ വായിക്കുകയാണ്, അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. നമ്മളും ദീർഘക്ഷമയോടെ ഇരുന്ന് ഇന്ന് വാഗ്ദത്ത വിഷയങ്ങളെ പ്രാപിക്കണം. ആമീൻ, സ്തോത്രം. ഇവിടെ നമ്മൾ വേദപുസ്തക വെളിപ്പാടിലോട്ട് വരികയാണ്. 1-ാമത്തെ സന്ദേശമാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന്. ചില മനുഷ്യർ ചോദിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് എത്ര തീർത്താലും തീരാത്ത കടബാധ്യതയുള്ളവരുണ്ട്. അവരുടെ ലൈഫിലൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്, ഈ കടബാധ്യത ഇനി ഒരിക്കലും തീരത്തില്ലയോ? സ്തോത്രം, ആമീൻ, സ്തോത്രം. അടുത്തൊരു ചോദ്യമാണ്, ഈ കടം ആര് എടുത്തു മാറ്റും? ഈ 2 ചോദ്യത്തിനാണ് ഇന്ന് രാത്രിയിൽ വചനത്തിൻ്റെ വെളിപ്പാടിലൂടെ ഉത്തരം തരുവാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പം വർഷങ്ങളായിട്ട് കടബാധ്യത, സ്തോത്രം. ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പൻ്റെ കാലം മുതലേ ആരംഭിച്ച കടമാണ്. ഈ കാലമായിട്ടും ആ കടത്തിൽ നിന്നൊരു മോചനം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കടമുള്ളതിലും ഭൂരിപക്ഷം ആൾക്കാരും നല്ല പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധരും യേശുവിനെ അറിഞ്ഞവരും ഒക്കെയാണ്. സ്തോത്രം. പക്ഷെ എന്തുകൊണ്ട് അവർ രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്, അവർക്ക് പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇവരുടെ കടബാധ്യത മാറാത്തതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം. അവിടോട്ടാണ് ഇന്ന് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകുന്നത്. സ്തോത്രം. ചിലരെ ഒന്നുമില്ലാത്തവരാക്കി മാറ്റിയതിൻ്റെ പിമ്പിൽ ചില മാനുഷിക കരങ്ങളുണ്ട്, ചില പൈശാചിക കരങ്ങളുണ്ട്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ എത്ര വർഷം ഭൂമി ജീവിച്ചാലും നിന്റെ കടം തീരാത്ത പോലെ നിന്നെ ചിലയിടത്ത് കൊണ്ട് ചിലർ പെടുത്തിയെങ്കിൽ ഇന്ന് ആ കുരുക്കെല്ലാം ദൈവം അഴിച്ചു തരണം. ഞാൻ വേദപുസ്തക വെളിപ്പാടിലോട്ട് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരാം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നാണ് ആദ്യത്തെ വാക്യം നമ്മൾ വായിക്കാൻ പോകുന്നത്. 7-ാം അധ്യായം എടുക്കാം. സ്തോത്രം. അതിൻ്റെ 9-10 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തിന് സ്തോത്രം. വളരെ പരിചിതമായ ഒരു വാക്യത്തിലോട്ടാണ് ചിന്ത കൊണ്ടിരുന്നത്. ഗോത്രപിതാക്കന്മാർ യോസെഫിനോട് അസൂയപ്പെട്ടു, അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നു, സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മിസ്രൈം രാജാവായ ഫറവോന്റെ മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രൈമിനും തന്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. മതി. നല്ല വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഈ വാക്യം വായിച്ചപ്പോഴേ യോസഫിനെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായിട്ടുണ്ട്. യോസഫിൻ്റെ അപ്പൻ്റെ പേര് പറയാമോ? ഇപ്പം സമ്മാന എന്തോ യാക്കോബ്. ഇത് മാത്രം ആരും തെറ്റിക്കാതെ പറഞ്ഞു. ഇന്ന് രാവിലെ എന്തോ ഒരു കാര്യമൊക്കെയാണ് പറഞ്ഞേ. പോട്ടെ, സ്തോത്രം. അപ്പം യോസഫിൻ്റെ അപ്പൻ്റെ പേര്, ഈ ചരിത്രം പഠിക്കുമ്പം യോസഫിൻ്റെ അപ്പൻ യാക്കോബ് ഭയങ്കര ധനവാനാണ്. ഞാൻ ചോദിക്കട്ടെ, അപ്പൻ്റെ സ്വത്തിന് അവകാശി ആരാ? പറ. പഞ്ചായത്തുകാരല്ല, ആണോ? അപ്പുറത്തെ രമണിയല്ല, ആണോ? ഇങ്ങോട്ട് സഹകരിക്കുക. ആര് അപ്പൻ്റെ സ്വത്തിന് അവകാശി? മക്കളാണ്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഈ അപ്പൻ്റെ മക്കൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും ഇവനും അനുഭവിക്കേണ്ടതാണ്. പക്ഷേ യോസഫിൻ്റെ അവസ്ഥ നോക്കണം. യോസഫ് 2 സ്വപ്നങ്ങൾ കണ്ടു. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല, ഇത് നിങ്ങളുടെ മനസ്സിൽ കയറാൻ വേണ്ടിയാണ്. എന്നിട്ട് അവൻ്റെ സഹോദരന്മാർ അവനെ എന്ത് ചെയ്യാൻ അറിയാമോ? സ്തോത്രം, യോസഫിനെ ഒരു ഉടുവസ്ത്രം പോലും ഇല്ലാതെ, സ്തോത്രം, അപ്പൻ്റെ അവകാശത്തിൽ നിന്ന് മുഴുവൻ പുറത്താക്കി. ഇപ്പം ഇടാൻ ഒരു ഉടുപ്പ് പോലും എന്തില്ല യോസഫിന് ഇല്ലാതെ യോസഫിനെ അടിമയായി എത്ര രൂപയ്ക്ക് വിറ്റു?
എത്ര രൂപയ്ക്ക് വിറ്റ യോസഫിനെ? പാഷന്മാർ മിണ്ടരുത്. ഇപ്പൊ സമ്മാന ഒരു ചെറിയ ആശങ്ക ഉള്ളതുകൊണ്ടാ 20 2 എത്ര പിന്നെ പറ 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണേ. അമ്മി വിറ്റത് പോട്ട്. ഇപ്പൊ യോസഫിന് സ്വന്തമായിട്ട് എന്തില്ല? ഒരു ഉടുപ്പ് പോലും ഇല്ല. നോക്കി, എല്ലാം ഉള്ളവൻ ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ലാത്തവനായി മാറി. ചോദിക്കട്ടെ, ഇവന്റെ ഈ ശൂന്യതയ്ക്ക് പിമ്പിൽ മനുഷ്യകരം മാത്രമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, ഒഴിയാ ബാധ പോലെ നിന്റെ ലൈഫിനെ വല്ലാത്ത ലൈബിലിറ്റി കൊണ്ടുകയറ്റിൻ്റെ പിമ്പിൽ ഒരു മനുഷ്യകരമുണ്ടെങ്കിൽ ഇന്ന് അതിന്മേൽ ജയം പ്രഖ്യാപിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങിയാട്ട്. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ദൂത് തരുക, ഇതുവരെ നടക്കാത്ത വിടുതലുകൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കും. യോസഫിനെ വിറ്റത് രാജാവായിട്ടല്ല, എന്തോ ആയിട്ടാ? അടിമയായിട്ടാ. എന്തായിട്ടാ? ഒന്ന് പറഞ്ഞേ. അടിമയായിട്ട്. സ്തോത്രം. ആദ്യമേ പൊട്ടക്കുഴിക്കകത്ത് ഒതുക്കാനാ നോക്കിയേ. ഈ ദൈവം തമ്പുരാൻ ഒരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. ഒരുവനെ ശൂന്യനാക്കാൻ തീരുമാനിച്ചാൽ, സ്തോത്രം, ദൈവത്തിന് പ്ലാനുണ്ട് അവൻ്റെ ശൂന്യത പൊട്ടിക്കാൻ. ഞാൻ ഇന്നൊരു ശബ്ദം കേട്ടോണ്ടാ വചനം എടുക്കുന്നത്. ചില കുടുംബങ്ങളിൽ വന്നു കയറിയ സാമ്പത്തിക ശൂന്യതകളെ ഇന്ന് പൊട്ടിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. അത് വിശ്വസിക്കുന്ന എത്ര വലുതിനകത്തുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈ നദിയുടെ കരയിൽ കിടക്കുന്ന പടകിൽ ശൂന്യതയുള്ളൊരു പടക് തപ്പി കർത്താവ് ആ പടകിൽ കയറി. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, നിന്റെ ശൂന്യത താമി തിരക്കി വരുന്നവനായ എൻ്റെ കർത്താവ്. ഒരു നല്ല ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവാത്മാവ് പറയുക, നിന്റെ പരാജയത്തിൻ്റെ പിമ്പിൽ, മാറാത്ത കടബാധ്യതയുടെ പിമ്പിൽ, ഇല്ലായ്മയുടെ പിന്നിൽ, ശൂന്യതയുടെ പിമ്പിൽ ചില മനുഷ്യകരങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് ആ കരങ്ങൾ ബന്ധിക്കപ്പെട്ടേ പറ്റൂ. ഇന്ന് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും മാറാത്ത ചില ബാധകൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ മാറുമെന്ന്. സ്തോത്രം. സ്തോത്രം. ഈ യോസഫിനെ വാങ്ങിച്ചതാരാ? ആരാ വാങ്ങിച്ചേ? ഓ, എല്ലാം പോയി. ആരാ വാങ്ങിച്ച? ഇസ്മായേലിയ കച്ചവടക്കാര്. ഈ അവര് മാർക്കറ്റിൽ കൊണ്ടുവന്നപ്പം യോസഫിനെ പിന്നെ ആര് വാങ്ങിച്ചു? പൊത്തിഫർ വാങ്ങിച്ചു. അപ്പം ഞാൻ ചോദിക്കുക, ഈ ലാഭം കിട്ടാതെ ഒരിക്കലും യോസഫിനെ കൊടുക്കുകയല്ല. കൊടുക്കുമോ? വാങ്ങിച്ച വിലയ്ക്ക് വിൽക്കുകയല്ല. വിൽക്കുമോ? അപ്പം സ്വപ്നമുള്ളവനെ വിറ്റാലും ലാഭമാ, വാങ്ങിച്ചാലും ലാഭമാ. ഉണ്ടോ? മിണ്ടുന്നില്ലല്ലോ. നിനക്കൊക്കെ വില ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചിലരൊക്കെ. സ്തോത്രം. നിനക്ക് ചിലർ വില ഇട്ടിട്ടുണ്ട്. എന്നാൽ സ്വപ്നമുള്ളവന്റെ വില എന്താന്ന് ഞാൻ പ്രസംഗിച്ച് തീരുമാനം പറയാം. സ്തോത്രം. സ്തോത്രം. നാട്ടുകാരിട്ട വിലയല്ല സ്വർഗം നിനക്കിട്ട വില. ഒരാമീൻ വരുന്നില്ല. ഇന്ന് കറിവിലെ കറിവേപ്പല പോലെ, ചവച്ചു തുപ്പുന്ന കരിമ്പിൻ ചണ്ടി പോലെ നിന്റെ ഓജസ്സിനെ തേജസ്സിനെ ഊറ്റിക്കുടിച്ചിട്ട് നിന്നെ വിൽപ്പന ചരക്കാക്കി മാറ്റിയെങ്കിൽ നിന്റെ വില ദൈവം ഇടാൻ പോവാ. മനസ്സിലായി തുടങ്ങുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. ഞാനൊരിക്കൽ സൗദി അറേബ്യയിൽ വചനം പ്രസംഗിക്കാനായിട്ട് ചെന്നപ്പം, സ്തോത്രം, അരാംകോയുടെ കമ്പനി വർക്ക് ചെയ്യുന്ന, സ്തോത്രം, ഒരു ബ്രദർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, സ്തോത്രം, പാസ്റ്ററേ, എൻ്റെ അപ്പൻ ഒരു പാവമായിരുന്നു. ഞാൻ ഒരു മോനേ ഉള്ളൂ. സ്തോത്രം. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ, സ്തോത്രം, എൻ്റെ അപ്പൻ ഹൈദരാബാദിലായിരുന്നു ജോലി. അപ്പൻ അവിടുന്ന് കിട്ടുന്ന ശമ്പളമെല്ലാം തൻ്റെ ജ്യേഷ്ഠൻ അയച്ചു കൊടുക്കും. ജ്യേഷ്ഠൻ അവിടെ ഇവിടെയൊക്കെ പ്രോപ്പർട്ടി വാങ്ങിക്കുക. അവസാനം ഹൈദരാബാദിലെ ജോലിയെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായ പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ ചേട്ടൻ്റെ പേരില്ല.
മൊത്തം. സ്തോത്രം. ചുരുക്കി പറയാം, ഒന്നുമില്ലാതെ ഒരു വാടക വീട്ടിൽ, സ്തോത്രം, അവർ താമസിക്കേണ്ട ഗതികേട് വന്നു. അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, സ്കൂളിൽ ചെല്ലുമ്പം സ്കൂളിൽ തന്ന ഉപ്പുമാവ് കൊണ്ടാണ് ഞാൻ എൻ്റെ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഒക്കെ പഠിച്ചേ. എൻ്റെ അപ്പൻ നിവർത്തിയില്ലാഞ്ഞ്, സ്തോത്രം, ഞങ്ങളുടെ ദേശം വിട്ട് ദൂരെ കൂലിപ്പണിക്ക് പോയി. ചുരുക്കി പറയാം, ദൈവത്തിന് സ്തോത്രം, വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. ഒരു വിധത്തിൽ കൂടെ ഞാൻ +2 വരെ പഠിച്ചു. ദൈവത്തിൻ്റെ മഹാകരുണയാൽ +2 എൻ്റെ കൂടെ പഠിച്ചൊരു ചെറുക്കൻ്റെ അപ്പൻ എന്നെ അടുത്ത് പഠിക്കാനുള്ള സ്പോൺസർ ചെയ്തു. അങ്ങനെ ഞാനത് പഠിച്ചു. എനിക്ക് വേറൊരു ജോലി കിട്ടി. ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂ വന്നു. ഞാൻ വേറൊരു രാജ്യത്ത് ജോലിക്ക് പോയി. അവസാനം ഇപ്പം കറങ്ങിത്തിരിഞ്ഞ് സൗദി അറേബ്യയിൽ അരാംകോയുടെ കമ്പനി വന്നു. സ്തോത്രം. അവൻ എന്നോട് വിവരിക്കാൻ തുടങ്ങി. വിവരിക്കുമ്പോൾ അവൻ്റെ 2 കണ്ണിൽ കൂടെ കുടുകൂടാ കണ്ണുനീര് വരിക. ഈ സൗദി അറേബ്യയിൽ വെച്ച് ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷകനായി കണ്ടു. സ്തോത്രം. കണ്ടപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞാനന്ന് അരാംകോയിലൊരു ചെറിയ പൊസിഷനിലാണ് ജോലി ചെയ്തേ. പക്ഷേ ഞാൻ യേശുവിനെ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, സ്തോത്രം, എൻ്റെ സ്ഥിതി അങ്ങോട്ട് മാറാൻ തുടങ്ങി. ഞാനിനി കമ്പനിയുടെ ഒരു നല്ല പോസ്റ്റ് വർക്ക് ചെയ്യാം. ലക്ഷക്കണക്കിന് രൂപയുടെ സാലറി എനിക്കുണ്ട്. ഞാൻ സൗദി അറേബ്യയിൽ എൻ്റെ ഫ്രണ്ട് കൂടെ ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സും പച്ചിക്കാൻ തുടങ്ങി. പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ചേട്ടൻ കളിപ്പിച്ചെടുത്തത് 4.5 ഏക്കർ സ്ഥലമാണ്. ഇന്ന് പാസ്റ്ററെ എനിക്ക് സ്തോത്രം 23 ഏക്കർ സ്ഥലം എൻ്റെ പേരിലുണ്ട്. അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ചേട്ടൻ എനിക്കിട്ട വില തെണ്ടി നടക്കുമെന്ന വിലയാ. പക്ഷെ സ്വർഗത്തിലെ അപ്പൻ എനിക്കിട്ട വില മതിക്കാൻ കഴിയാത്ത വിലയാ. ഗ്ലോറി ടു ഗോഡ്. എനിക്കെന്തോ ദൈവാത്മാവ് ഈ രാത്രി ബോധ്യം തരുക. എന്നും നിന്നെ കടക്കാരനാക്കി വല്ലവരുടെ മുമ്പിൽ വായ്പ ചോദിച്ച് ചിലരെ കാണുമ്പോൾ പേടിച്ച് നടക്കത്തക്കവണ്ണം നിന്റെ ജീവിതം തകർത്തു കളഞ്ഞെങ്കിൽ ഇന്ന് ആ ശൂന്യത പൊട്ടുവാൻ സമയമായി. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ വെളിപ്പാട് ഒരു വചനമാണ്. ഒന്ന് വായിച്ച് കേൾക്കണേ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആ വാക്യം വായിച്ചു ദൂത് തുടങ്ങുക. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 17-ാം വാക്യം. നിന്റെ മക്കൾ ബന്ധപ്പെട്ട് വരുന്നു, നിന്നെ നശിപ്പിച്ചവരും ശൂന്യമാക്കിയവരും നിന്നെ വിട്ടുപോകും. നിന്നെ നശിപ്പിച്ചവരും നിന്നെ ശൂന്യമാക്കിയവരും ഇന്ന് രാത്രി നിന്നെ വിട്ടുപോകുന്നു. ഞാനൊരു വെളിപ്പാടാ നിന്നോട് പറയുന്നത്. വർഷങ്ങളായി നിന്റെ കുടുംബത്തിൽ നാശം വിതച്ചവർ, നിന്നെ ശൂന്യമാക്കിയവർ, ഓ, സ്തുതിക്കണമെങ്കിൽ സ്തുതിച്ചോ. റബലബലബലബലബല. 1 ഇഞ്ച് മുന്നോട്ട് ഉയരാൻ അനുവദിക്കാത്ത യേശുവിന്റെ നാമത്തിൽ അവർ നിന്നെ വിട്ടുപോകുന്ന കാഴ്ച. ഓ, യേശുവിന്റെ നാമത്തിൽ എനിക്ക് ദൈവം ഒരു ബോധ്യം തരുക. ഒരുപക്ഷെ ഇന്നായിരിക്കാം, നാളെ ആയിരിക്കാം നിനക്കൊരു അനുഭവം ഉണ്ടാകാൻ പോവുക. നിന്നെ കാര്യമില്ലാതെ ഉപദ്രവിച്ച ചിലര് നിന്നെ വിട്ടുപോകുന്ന വെളിപ്പാട് യേശുവിൻ്റെ നാമത്തിൽ. ചിലര് ദേശം വിട്ട് ഓടാൻ പോവുക. ഓ, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ചതിച്ചവര്, നിന്നെ വഞ്ചിച്ചവര്, നിന്നെ വഞ്ചിച്ചവര്, നിന്നെ ഫൈനാൻഷ്യലി ബന്ധിച്ചവര്, നിന്റെ അവകാശത്തെ പിടിച്ചു പറിച്ചവര്, കണ്ടോ, കൃപ വ്യാപരിക്കുന്നതിനകത്ത് കൃപ വ്യാപരിക്കുന്നു. ഞാൻ വീണ്ടും പറയാം, നിന്റെ നന്മ റിവേഴ്സ് ചെയ്യാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ചില ശുശ്രൂഷ ഇവിടെ നടക്കാൻ പോവുക. എത്ര പേർക്ക് അത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, നിനക്ക് കഴിവുണ്ട്, പക്ഷെ നിനക്ക് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്നും കടബാധ്യത. ഇന്നിത് പൊട്ടിയേ പറ്റൂ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രിയിലത്തെ ദൂതിനകത്ത് എവിടൊക്കെയോ ചില മനുഷ്യകരങ്ങളുടെ പ്രവർത്തികൾ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പോലും ഒരുപക്ഷെ വിശ്വസിക്കാൻ പറ്റാത്ത ചില കരങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്. എന്നാൽ ദൈവാത്മാ പറയാം, നിന്നെ ശൂന്യമാക്കിയവർ വിട്ടുപോകും.
നീ പോലും അത്ഭുതപ്പെടാൻ പോവാ. നിന്നെ ശൂന്യമാക്കിയ വ്യക്തികള്, ചില ആഭിചാര ശക്തികള്, ചില ദുർമന്ത്രങ്ങള്. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ യോസഫിന്റെ ചരിത്രം പഠിച്ചാൽ എല്ലാ സ്ഥലത്തും ഈ യോസഫിന്റെ വസ്ത്രത്തോടാ പോരാട്ടം. എന്തോ യോസഫിന്റെ വസ്ത്രത്തോടാ വലിയ പോരാട്ടം. ഈ ചേട്ടന്മാര് പിടിച്ചൂരിയപ്പോഴും ഈ സ്തോത്രം യോസഫ് ഇട്ട ലൂയിസ് ഫിലിപ്പിന്റെ ഉടുപ്പേലാ പിടി. പൊത്തിഫറിന്റെ ഭാര്യ കയറി പിടിച്ചപ്പോഴും കീറ്റക്സിന്റെ ലുങ്കിയലാ പിടിച്ചേ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ജയിലിൽ ചെന്നപ്പം ജയിൽ വാർഡന് ജയിലിലെ വസ്ത്രം ഇടിക്കാനാണ് ഇഷ്ടം. ചേട്ടന്മാര് കൊടുത്തത് അടിമ വസ്ത്രം. ജീസസ്, എനിക്കെന്തോ ദൈവാത്മാവ് ഇവിടെ ഒരു ബോധ്യം തരിക. തമ്പുരാൻ അനുവദിച്ചതേ നീ ഇടാവൂ. വേറെ ആരും തയ്ച്ച അടിമ വസ്ത്രം നീ ഇടരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്നലെ വരെ നിന്നെ അലട്ടിയ പലരും ഇന്ന് നിന്നെ വിട്ടുപോകും. ആ വെളിപ്പാടാ ഇന്ന് ഇവിടെ തരാൻ പോകുന്നേ, യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില്. ഈ യോസഫിന് ഇപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു വസ്ത്രം പോലും ഇല്ല. ഈ പൊത്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ വിടുതൽ എന്താണെന്നറിയോ? അടിമയായിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോയെ. അവിടെ വാക്യമുണ്ട്, യോസഫ് നിമിത്തം പൊത്തിഫർ ബ്ലെസ്ഡായി. എന്തോ യോസഫ് നിമിത്തം, അങ്ങനെ തന്നെ ആ വാക്യം. യോസഫ് നിമിത്തം പൊത്തിഫർ. ആ വാക്യം ഒന്ന് എടുത്തേ. അയ്യോ എടുക്കണ്ടേ പെട്ടെന്ന്. യോസഫ് നിമിത്തം പൊത്തിഫർ ബ്ലെസ്ഡായി. എനിക്കൊന്ന് 37, 38 അധ്യായങ്ങൾക്കകത്താ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കും, ഞാൻ പറഞ്ഞു പോവാം, വാക്യം തപ്പി പിടിച്ചോളൂ. യോസഫ് അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീട്ടിനെ അനുഗ്രഹിച്ചു. ആര് നിമിത്തം? യോസഫിന്റെ നിമിത്തം. ഞാനൊരു ദൂത് പറയുക. സഹോദരന്മാർ ഉടുവസ്ത്രം കൊടുക്കാതെ ഇറക്കി വിട്ടവൻ നിമിത്തം ഒരു വീട് ബ്ലെസ്ഡ് ആകാൻ പോവാ. ഒരാമയും വരുന്നില്ല. ഞാൻ വീണ്ടും പറയുക, നിന്നെ ഉപദ്രവിക്കുന്നവർ, ശൂന്യമാക്കുന്നവർ നിന്നെ വിട്ടുപോകും. എവിടെ നീ തകർക്കപ്പെട്ടോ അവിടെ തന്നെ നീ മാനിക്കപ്പെടും. അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇപ്പൊ പൊത്തിഫറിന്റെ വീട്ടില് യോസഫ് സർവാധികാരിയാ. കാരണം യോസഫ് തൊടുന്നതിലൊക്കെ ആരനുഗ്രഹം കൊടുക്കുക? ദൈവം അനുഗ്രഹം കൊടുക്കുക. സ്തോത്രം. ഞാൻ അബ്രഹാമിനോട് ദൈവം പറയുന്നൊരു പദമുണ്ട്, അബ്രഹാമേ നീ ഒരനുഗ്രഹമാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പം ഒരനുഗ്രഹമായിട്ട് ജീവിക്കണം. ഒരു വിശ്വാസം പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ചോളാം, നീ ഒരനുഗ്രഹമാണെന്ന് പറ. ഒന്ന് ചിരിച്ചോണ്ടക്കാം. ജനലൊക്കെ നോക്കും, നീ ഒരു അനുഗ്രഹം. അങ്ങനല്ല, ഒന്ന് ചിരിച്ചോളാം, നീ ഒരു അനുഗ്രഹമാണെന്ന് പറ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാമേ, ഈ ചിലരെയൊക്കെ ഇടയ്ക്കൊക്കെ നോക്കിച്ച് ദൈവം നിന്നെ അനുഗ്രഹിക്കുമോ നോക്കിയോ ഒന്ന് പറയണം. സ്തോത്രം. നിങ്ങളെങ്ങനെ പറയുമോ? സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെങ്ങനെ പറയുമോ? ഹല്ലേലൂയ. ഞാൻ സ്തോത്രം രാത്രിയിൽ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോയി. ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയപ്പം ഒരു നടൻ ഞാൻ ഫുഡ് കഴിക്കുന്നതിന് ഓപ്പോസിറ്റിൽ താനും ഭാര്യയും പിള്ളേരും കൂടെ വന്ന് കഴിക്കാനിരുന്നു. സ്തോത്രം. ഞാൻ വന്നപ്പോഴത്തേ അദ്ദേഹത്തെ ഒന്ന് കൈ ഉയർത്തി കാണിച്ചു. ലിനിയും എനിക്ക് തോന്നുന്നു കൈ കൂപ്പി കാണിച്ചു. ഞങ്ങൾ നേരത്തെ ഫുഡ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് പുള്ളിയുടെ ചെന്നേച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊരു പാസ്റ്ററാണ്. അപ്പോൾ പുള്ളി കഴിച്ചുകൊണ്ടിരുന്ന പുള്ളി എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു നിങ്ങളെ കാണാനിടയായല്ലോ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിക്കണം. സംസാരിച്ചത് ഇത് പറയാനാ. ദൈവം നിങ്ങളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ.
അത് മന്ത്രിയെ കണ്ടാലും അങ്ങ് അനുഗ്രഹിച്ചേക്കണം. നിങ്ങളാരും മിണ്ടാത്ത തന്നെ. കാരണം പത്രോസ് പറയാം, നിങ്ങളെ എന്തിനാ വിളിച്ചേ? അനുഗ്രഹം, ഒന്ന് പറഞ്ഞാട്ടെ, അനുഗ്രഹം അനുഭവിക്കാൻ വിളിച്ചേക്കുക. എത്ര പേര് അതിന് ആമീൻ പറയും? ഈ ഭൂമി ശാപം ചുമക്കാൻ വിളിച്ചതല്ല. ആണോ? നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എവിടെ പ്രസംഗിച്ചാലും അങ്ങ് അനുഗ്രഹം തന്നെ. പിന്നെന്താ, മുടിഞ്ഞു പോകുന്നു പറയണോ? നീ മുടിഞ്ഞു പോകും, നിന്റെ വീട് മുടിഞ്ഞു പോകും, നിന്റെ ജോലി മുടിഞ്ഞു പോകും, അങ്ങനെ പറയണോ? ഇങ്ങോട്ട് സഹകരിക്കുക. എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല. സ്തോത്രം. മറിച്ച് നമ്മൾ മറ്റൊരാളെ എന്താ, വേറൊരാളുടെ നന്മ കാണാൻ കൊതിക്കുന്നയാക്കെ. നിങ്ങൾ കണ്ടില്ലയോ, ഒരാളൊരു നല്ല വീട് വെച്ചു, ഒരാളൊരു നല്ല അന്ന് അടുത്തിരിക്കുന്ന തൊട്ട് നീ ഒരു നല്ല വീട് വെക്കട്ടെന്ന് പറ. നീ ചിരിച്ചോണ്ടൊക്കെ പറ, ഒരു നല്ല വീട് കണ്ട. പുറകിൽ ആരും മിണ്ടുന്നില്ലല്ലോ. നിങ്ങളെ ഈ ഗാലറിയെ കയറ്റി ഇരുത്തിയേക്കുന്നത് നല്ലതായിട്ട് പറയാനാ. മനസ്സിലായോ? അവിടുത്തെ പൊക്കം ഇവിടുത്തെ പൊക്കം ഒരേപോലെ. സാധാരണ എല്ലാവരും താഴെ ഇങ്ങനെയാണ് നോക്കുന്നത്. നിങ്ങളെ ഗാലറിയെ ഇരുത്തിയേക്കുക. നിങ്ങൾ എന്നെ നോക്കി നല്ലതായിട്ട് പറയണം. അപ്പം നിങ്ങൾ നല്ല ഒരു വീട്, അല്ലാതെ ഒരുത്തിനൊരു വീട് വെച്ചാൽ പറഞ്ഞാൽ അവിടെ ചെന്ന ആരെ കമത്തി വെച്ചാന്നൊന്നും ചോദിക്കരുത്. ഇടപെട്ടുന്നില്ല. ഇവൻ എന്തോ ഒരു കുഴപ്പമുണ്ട്. കാരണം ഇവനൊരു വീട് വെച്ചല്ലോ. കുഴപ്പം അവനല്ല, നിനക്കാ. കാരണം ആ വീട് അംഗീകരിക്കാൻ നിനക്ക് പറ്റുന്നില്ല. തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല നീ വീട് വെച്ചാൽ ഞാൻ സന്തോഷിക്കും. കാരണം എനിക്ക് വരുമ്പോൾ ഹോട്ടലിൽ പോകണ്ടല്ലോ, നിന്റെ വീട്ടിലൊന്ന് താമസിക്കാമല്ലോ. നിങ്ങളാരും മിണ്ടാത്തതല്ല. നിനക്ക് നല്ല 2 വണ്ടിയുണ്ട്, എനിക്ക് വരുമ്പോൾ ഒന്ന് എടുത്തോണ്ട് പോകാമല്ലോ. ഇങ്ങോട്ട് സഹകരിക്കുക. അസൂയ ഇല്ലാത്തവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾ എന്നെ ഇച്ചിരി ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഈ ദൂതിലോട്ട് വരിക. എനിക്ക് ദൈവാത്മാവ് ഒരു വലിയ ബോധ്യം ഇന്ന് രാത്രി തരുക. ജീസസ്, നിന്നെ ശൂന്യമാക്കിയവർ നിന്നെ വിട്ടുപോകും. അതാ ഇന്നത്തെ വചനത്തിന്റെ ഹൈലൈറ്റ്. ഒരുപക്ഷെ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ സാധാരണ നടക്കാത്ത ചില സംഭവം ഈ രാത്രി നടക്കും. ഈ രാത്രി സാധാരണ നടക്കാത്ത ചില സംഭവം നിന്റെ വീട്ടിൽ നടക്കും. അതെന്താന്ന് കേട്ടോ? നിന്നെ ഉപദ്രവിക്കുന്നവർ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ആത്മാവിൽ പ്രവചിച്ചു പറയുക, ഇതുവരെ നടക്കാത്ത കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ചിലതൊക്കെ വിട്ടുപോകും. ഞാൻ ഇച്ചിരൂടെ കയറി വരുമ്പോൾ ആ ദൂത് വെളിപ്പെടുത്തി തരാം. അപ്പം ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. യോസഫ്, സ്തോത്രം, ഇപ്പം എല്ലാവരും വിൽക്കുക യോസഫിനെ. എന്തുവാ എല്ലാവരും? ആദ്യം ആര് വിറ്റു? ചേട്ടന്മാര് വിറ്റു. ഇപ്പൊ ആര് വിറ്റു? സ്തോത്രം, പൊത്തിപ്പർ വിലയ്ക്ക് വാങ്ങിച്ചു. അപ്പം വിറ്റവനും കാശ് കിട്ടി. സ്തോത്രം, ചേട്ടന്മാർക്കും പൈസ കിട്ടി. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അമ്മി പൊത്തിപ്പർ അമ്മി വാങ്ങിച്ചോണ്ട് വീട്ടിൽ വന്ന പൊത്തിപ്പറിനും അനുഗ്രഹം കിട്ടി. കിട്ടിയോ? പറ, ബൈബിളിൽ കിട്ടിയോ? കിട്ടി. ഈ അന്നേരമാണ് ഈ പൊത്തിപ്പറിന്റെ ഭാര്യയ്ക്ക് ഒരു ഇളക്കം ഉണ്ടായി. ഈ നമ്മൾ ചില നല്ല ലെവലിലേക്ക് ഒന്ന് അനുഗ്രഹിക്കപ്പെടാമെന്നൊക്കെ വിചാരിച്ചു വരുമ്പോൾ ചിലർക്കൊക്കെ ഒരു ചെറിയ ഇളക്കം. നിന്നെ തകർക്കാനാ. ദാ ശിംശോൻ തകർത്ത് കയറി വരുമ്പോഴാ ദലീലയ്ക്ക് ഒരിളക്കം. ഏലിയാവ് തകർത്ത് കയറി വരുമ്പോഴാ ഇസബേലിന് ഒരിളക്കം. ഞാൻ ദൂതിലോട്ട് വരുവാ. എന്നോട് ദൈവാത്മാവ് പറയുക, ജീസസ്, നിന്നെ ഈ ശിംശോനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഭാഗത്തോ, നിന്റെ മഹാശക്തി ഏതിൽ നിന്നാ? അടുത്ത കേട്ടോ, ഏതിനാൽ നിന്നെ ബന്ധിച്ചൊതുക്കാം. എന്നോട് ദൈവാത്മാവ് പറയാം, നിന്നെ ഒതുക്കുന്ന പദ്ധതിയാ സാത്താന്റെ, നിന്നെ പുറത്തിറക്കുന്ന പദ്ധതിയാ ദൈവത്തിന്റെ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഇനി ഒതുങ്ങിപ്പോകരുത്. അപ്പം പൊത്തിപ്പറിന്റെ ഭാര്യ ഒന്ന് ഇളകി. സ്തോത്രം. സദൃശവാക്യത്തിലുള്ള മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ നീ വഴിപ്പെട്ടു പോകരുത്.
വരുവീൻ, നമുക്ക് പതിയിരിക്കാം, നമ്മുടെ സഞ്ചി ഒന്നാണ് എന്ന് പറഞ്ഞാൽ മകനെ നീ വഴിപോട്ട് പോകരുത്. വായിപ്പിക്കുന്നില്ല. എവിടാ? സദൃശ വാക്യത്തിലാ. അങ്ങനെ എല്ലാ വാക്യത്തിനും റെഫറൻസ് പറഞ്ഞ ഒരു സുഖമില്ലല്ലോ. കണ്ടുപിടിക്കുക. മകനെ നീ അവരുടെ വഴിക്ക് പോകരുത്, നിന്റെ കാൽ അവരുടെ പാതയിൽ വെക്കുകയും അരുത്. അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു. മതി, റെഫറൻസ് പറയണ്ട, നിങ്ങൾ എന്നെ നോക്കാം. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ നീ വഴിപ്പെട്ടു പോകരുത്. സ്തോത്രം. ഞാൻ ഇനി ഇച്ചിരൂടെ ഗഹനമായിട്ട് വരാം. അപ്പോൾ പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് എന്തുവാ ഇപ്പോൾ ഒരു ചെറിയൊരു ഇളക്കം. അങ്ങനെ ഈ നമ്മളൊന്ന് ഇപ്പം ഈ പൊത്തിഫറിന്റെ വീട്ടിൽ യോസഫ് വന്നപ്പോൾ ഈ വസ്ത്രമില്ലാത്ത യോസഫിന് നല്ല പച്ചപ്പുള്ളിയുള്ള ഉടുപ്പുമൊക്കെ ഇട്ട് നല്ല പുള്ളിയുള്ള ലുങ്കിയൊക്കെ ഉടുത്ത് നടക്കുക. കാരണം ഈ യോസഫ് നിമിത്തം ഇന്ന് വരെ ഗതി പിടിക്കാതിരുന്ന ഈ പൊത്തിഫറിന്റെ വീടങ്ങ് ഗതി പിടിച്ചപ്പോഴേ പൊത്തിഫർ ഹാപ്പിയായി. അതിനിടയ്ക്ക് ഈ യോസഫിൻ്റെ ജീവിതത്തിൽ മൊത്തം കള്ളക്കഥയാണ്. ചേട്ടന്മാരൊരു കള്ളക്കഥ ഉണ്ടാക്കി. ഇപ്പം അടുത്ത കഥ എഴുതുന്ന ആരാ? പൊത്തിഫറിന്റെ അവൾ എഴുതി. ഇവരൊക്കെ എന്താണ് എഴുത്തുകാരാകാഞ്ഞെന്നാ എൻ്റെ ഒരു ചിന്ത. ഞാൻ പലപ്പോഴും ഓർത്തിടെ ഇവന്മാരൊക്കെ എഴുത്തുകാരായിരുന്നെങ്കിൽ നോവൽ കൊണ്ട് നിറഞ്ഞേനും കേരളം. ഓട്ടാ, അതൊന്നും എൻ്റെ ഭാഗമല്ല, വാക്യത്തിലോട്ട് വരിക. അപ്പൊ ആരെഴുതി? ചേട്ടന്മാര്. എഴുതുക മാത്രമല്ല, അടിപൊളി നാടകം. ഉടുപ്പ് ഇതുപോലെ നുള്ളിക്കീറാൻ കഴിവുള്ളമാര് വേറെ ഇല്ല. ഉടുപ്പൊക്കെ നുള്ളി കീറി ആടിൻ്റെ ചോരയെ മുക്കി കൊടഞ്ഞ് അപ്പോ അപ്പോ ഇത് അപ്പം കൊടുത്ത പച്ചയുടുപ്പല്ലയോ? എന്നിട്ട് ഒളികണിട്ട് അയ്യോ ഏറ്റടാ ഏറ്റു. മേളിൽ നിന്ന് ദൈവം പറഞ്ഞു ഏക്കുകയല്ല. മിണ്ടുന്നില്ല. ഇവനെ ഒന്നുമില്ലാത്തവനാക്കാൻ ഇവർ ശ്രമിച്ചെങ്കിൽ ശ്രമിച്ചവർ ഒന്നുമില്ലാത്തവരാകുന്നത് ഉടനെ ഉണ്ടാവും. ഞാനൊരു ദൂത് പറയുക, ചിലരുണ്ടാക്കിയ അന്തരീക്ഷം ഇന്ന് തിരിഞ്ഞു കുത്താൻ പോവാ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഈ ഹാമാന്റെ അകത്ത് ഇപ്പോ ഒരിളക്കം. എന്താണെന്നറിയോ? മൊർദെഖായിയെ തൂക്കിയച്ച പുള്ളി ഉറങ്ങും. മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. അവൻ പോയി കഴുകുമരം ഉണ്ടാക്കി. ഹാമാനെ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിലുള്ള കളി സൂക്ഷിച്ചു വേണം. പൊത്തിഫറെ പ്രാർത്ഥിക്കുന്ന യോസഫിനുള്ള കളി സൂക്ഷിച്ചു വേണം. കാര്യം തിരിയും. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, മനുഷ്യരുണ്ടാക്കിയ അന്തരീക്ഷം ഇന്ന് രാത്രി ദൈവം തിരിക്കുക. തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഏതൊക്കെയോ വീടുകൾക്കകത്ത്, ഏതൊക്കെയോ കുടുംബങ്ങൾക്കകത്ത്, ഏതൊക്കെയോ വ്യക്തികൾക്കകത്ത് ഇന്ന് രാത്രിയാ വിടുതല്. മനസ്സിലാവുന്നവരെ സ്തോത്രം ചെയ്യാവൂ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അടുത്തൊരു 10-45 മിനിറ്റ് ഇവിടെ തീ ഇറങ്ങണം. തിരിച്ചറിയുന്നവർ സ്തോത്രം ചെയ്യുക. ഞാനൊരു വെളിപ്പാട് കൊണ്ടുകൊണ്ട് നിൽക്കുന്ന നിന്നെ ശൂന്യമാക്കുന്നവർ വിട്ടുപോകും. ചിലരുടെ നിലനിൽപ്പിനെ ദൈവം മറിക്കാൻ പോവുക. ഈ ദൈവം ചിലതൊക്കെ സഹിച്ചു. ഞാനൊരു ശബ്ദം കേൾക്കുന്നു, ഇനി സഹിക്കത്തില്ല, ഇനി സഹിക്കത്തില്ല, ഇനിയും ദൈവം സഹിക്കത്തില്ല. സ്തോത്രം. അപ്പൊ യോസഫ് നിമിത്തം ആരനുഗ്രഹിക്കപ്പെട്ടു? പൊത്തിഫർ. പക്ഷെ അനുഗ്രഹിക്കപ്പെട്ടാൽ ഒരു പ്രത്യേകതയുണ്ട്. ഭാര്യ പറയുന്നതേ ആര് കേൾക്കത്തുള്ളൂ? ഭർത്താവ്. ഈ തലയണ മന്ത്രത്തിന് വലിയ പവറാ. നിങ്ങൾ മിണ്ടാത്തതന്നെ. ചില ഭർത്താക്കന്മാർ നല്ലവരാ, ചിലർ ഭക്ഷണന്മാരാ.
അവരെ പകുതി നശിപ്പിക്കുന്ന ഈ ഭാര്യമാരാ. ഇവിടെ ഉള്ളവരല്ല. ഞാൻ കോമൺ ആയിട്ടൊരു കാര്യം പറഞ്ഞു വേണ്ടെന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഭർത്താക്കന്മാർ പൊതുവെ കുറച്ചേ വർത്താനം പറയത്തുള്ളൂ. കുറച്ചേ ഒത്തിരി പറയോ? ആ, ഓ, കണ്ടു, ആ, പോയി, വന്നു, ആ, ഇത്രേ ഉള്ളൂ. പിന്നെ പെണ്ണുങ്ങളോട്ട് വർത്താനം പറയുന്ന ആണുങ്ങളും ഉണ്ട്, അത് വേറെ. എനിക്കൊരു ബ്രദറിനെ പുള്ളി ഫോൺ വിളിച്ച വെക്കുകയല്ല. പുള്ളി ഫോൺ എപ്പോഴും ബിസിയാ. അതിൻ്റെ കാരണം ഒരു കാര്യവുമില്ല. ഒരു കാര്യത്തിന് പഞ്ചായത്തിലെ മൊത്തം കാര്യവും പറഞ്ഞ് വെക്കുമ്പോൾ 55 മിനിറ്റ് എടുക്കും. പിന്നെ പുള്ളി വിളിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഫോൺ ഓണാക്കി വെച്ചിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇത് കേൾക്കുകയും ചെയ്യും. ചിലർ വയറുവേദനയ്ക്ക് പ്രാർത്ഥിക്കാൻ വോയിസ് ഇടുന്ന കേട്ടാ അവരുടെ കുടുംബപ്പേര്, വീട്ടുപേര്, അപ്പൻ്റെ പേര്, അമ്മൻ്റെ പേര്, ജനനത്തീയതി, കല്യാണം നടന്ന ദിവസം, പിള്ളേരുണ്ടായ ദിവസം, വയറുവേദന സ്റ്റാർട്ട് ചെയ്ത ദിവസം, ഏതൊക്കെ ആശുപത്രിയിൽ പോയി. ഈ വയറുവേദനയൊന്ന് കേട്ടെടുക്കാൻ 49 മിനിറ്റ് കാത്തിരിക്കണം. ഞാൻ തുടക്കുമ്പോഴേ തിരിച്ചു ഒരു വോയിസ് ഇടും, ദയവായിട്ട് ആ പ്രത്യേക കാര്യം മാത്രം 3 മിനിറ്റിനകത്തൊന്ന് അയക്കാവോ. അത് 3 മിനിറ്റേ ചെലവാക്കാനുള്ളൂ. ഇപ്പൊ ഒരു കല്യാണത്തിന് പോയി, തിരിച്ചു വരുമ്പം ഭാര്യ ചോദിക്കും, പെണ്ണെങ്ങനെ ഉണ്ടായിരുന്നു? ആ, കുഴപ്പമില്ലെന്നാ തോന്നുന്നേ. ചെറുക്കൻ എങ്ങനെ ഉണ്ട്? സൂട്ടാണ്. ആയിരിക്കും. നിങ്ങൾ കല്യാണത്തിന് അല്ലയോ പോയേ? ഭാര്യ പോയിച്ചു വന്നല്ലോ. എൻ്റെ അച്ചായ, അവിടെ സാരി കാണണം, വി കട്ട്, യു കട്ട്, ഡബ്ല്യു കട്ട്. ഭർത്താവ് ഇതൊന്നും അങ്ങനെ. അപ്പം ഈ തലയണ മന്ത്രമെല്ലാം കുത്തിവെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഹാമാന്റെ ഭാര്യയുടെ പേര് പറയാമോ? സേരസ്. ഹാമാം എന്ന് പറഞ്ഞു, എന്തൊരു ഈ കൊട്ടാരത്തിൽ പോകുമ്പോൾ ജോലിയൊക്കെ സൂപ്പറാ, പക്ഷെ ആ കയറി ചെല്ലുന്ന വാതുക്കൽ ഒരു ശകലം കെട്ടവൻ ഇരിപ്പുണ്ട്. അവനെ കാണുമ്പോൾ ഞാൻ അങ്ങ് ഇല്ലാതാവുക. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു, അച്ഛനാണാന്നേ, അവനെ തീർത്തച്ച വീട്ടിൽ കയറാവും. അങ്ങനെ ഇവള് പറയുന്ന കേട്ട് തീർക്കാൻ പോയ സംഭവം എല്ലാം കുഴഞ്ഞപ്പോൾ അവള് പറഞ്ഞു, ദേ അവൻ യഹൂദനാ, അച്ഛൻ ചുമ്മാ ആവശ്യമില്ലാത്ത പണിക്ക് പോയാൽ അച്ഛൻ തൂങ്ങേണ്ടി വരും. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ വെളിപ്പാട് പറയുക. ജീസസ് പ്രാർത്ഥിക്കുന്നവനോടുള്ള കളി മനുഷ്യനായാലും പിശാചായാലും സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണ്. അല്പ ദിവസം നമ്മൾ സൈലന്റ് ആയത്, ദൈവം സൈലന്റ് ആയത് മറന്നതല്ല. ഇനി പറയട്ടെ, ബാക്കി എല്ലാവരെയും വിടാം. പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് ഒരിളക്കം. യോസഫ് പറഞ്ഞു, ഞാൻ ദൈവത്തോട് പാപം ചെയ്യത്തില്ല. അവൻ ഓടി, അവള് വിട്ടില്ല, പുറകെ ഓടി, തെളിവ് കയ്യിലെടുത്തു. ഇപ്പൊ എല്ലാം തെളിവാണല്ലോ, മിണ്ടുന്നില്ല. രണ്ടുപേര് വർത്താനം പറഞ്ഞാൽ ഉടനെ ക്യാമറ പിടിക്കും, തെളിവ്. സ്തോത്രം. പോട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പൊത്തിപ്പർ വന്നപ്പോൾ പറഞ്ഞു, എന്നെ അപമാനിക്കാനാണോ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേ? എന്നാ? അയ്യോ, ഞാനൊന്നും പറയുന്നില്ല. അത്രയും പറഞ്ഞാൽ മതിയല്ലോ. ചെല്ലി ചോദിക്കത്തില്ലയോ, വല്ലോ അറിഞ്ഞായിരുന്നോ? ഇല്ല. എന്നാൽ ഞാനൊന്നും പറയുന്നില്ല. അത്രയും മതിയല്ലോ. ഒരു പെണ്ണാലോചിക്കാൻ അപ്പുറത്തെ വീട്ടിലെ പെണ്ണെങ്ങനെയെന്ന് ചോദിക്കാൻ ഇപ്പുറത്തെ വീട്ടിൽ ഒരാൾ കയറി, സാറേ ദൂരെ നിന്നാ വരുന്നേ,
ഞങ്ങൾക്ക് ഈ കൊച്ചിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അച്ഛൻ അയലോക്കത്താവുമ്പോൾ പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് തിരക്കിയാൽ നല്ലതായിരിക്കും. അത്രയും മതിയല്ലോ, പോരെ പോരെ. ഗുണം ചെയ്തില്ലേലും ദോഷം ചെയ്യരുത്. ഗുണം ചെയ്തില്ല നിനക്ക് സൗകര്യമില്ല, ചെയ്യണ്ട. പക്ഷേ ദോഷം ചെയ്യരുത്. ഇല്ലാക്കഥ പറഞ്ഞു വരുത്തുമ്പോൾ സൂക്ഷിച്ചോണം. ഈ കാറ്റ് തിരിഞ്ഞു അടിക്കും. മലയാളിയോട് ഞാൻ പ്രസംഗിക്കുന്നുണ്ടേ, മലയാളിയുടെ ഒരു കാര്യം പറയാം. നമ്മുടെ പിള്ളേർ വല്ല തെറ്റ് ചെയ്താ, എനിക്ക് 2 പിള്ളേരുണ്ട്, അവർ വല്ല തെറ്റ് ചെയ്താ നമ്മളെ പറയും, ആരും അറിയും. എന്നാ അപ്പുറത്തെ സുമയുടെ കൊച്ചു തെറ്റ് ചെയ്താ നമ്മൾ ചോദിക്കും, സുമയുടെ കാര്യം അറിഞ്ഞായിരുന്നു? എന്തുവാ? ഞാനൊന്നും പറയുന്നില്ല, മോടെ കാര്യാ. വ്യക്തമായി ഒന്നും അറിയത്തില്ലേലും ഞാൻ എങ്ങനെ പറയും? എൻ്റെ മനസാക്ഷി അങ്ങ് തകരുക. എവിടാ? പറഞ്ഞില്ല താനും, പക്ഷെ അവര് പറയുകയും വേണം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ കൊച്ചിൻ്റെയാന്ന് നമ്മൾ പറയുമോ? പറ. ഉപകാരം ചെയ്തില്ലേലും ഉപദ്രവിക്കരുത്. സ്വോത്രമൊക്കെ പോയ പോക്കുണ്ടോ? മുമ്പേ വലിയ ഉണർവ് നിന്ന സ്ഥലമാ. ചുരുക്കി പറയാം, യോസഫിന്റെ പ്രത്യേകത, സ്വപ്നം കിട്ടി ചേട്ടന്മാര് കുഴിയിൽ ഇറക്കിയ കൈ ഒപ്പിക്കൊണ്ട് കുഴി കിടക്കും. സാമ്പ്രാണിയുടെ പേര് വിളിച്ചു പറഞ്ഞാൽ നിർമ്മല സാമ്പ്രാണി വേണോ, ഗുൽഗുലു വേണോ, ഗോമേതകം വേണോ, അൽബാന പസ വേണോ, നാൽത്തറ എന്ന് വിളിച്ചു പറയും. പൊത്തിപ്പറിന്റെ വീട്ടിൽ ചെന്ന് മൊത്തം അനുഗ്രഹമാണേലും പൊത്തിപ്പറിന്റെ ഭാര്യ പറഞ്ഞു കുഴപ്പമാന്ന്, അല്ലെന്ന് തിരിച്ചു പറയുന്നില്ല. യോസഫ് വിളിച്ചു പറയും, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് നീതി കിട്ടണം. കൊടി പിടിച്ചോ? കൊടിയൊന്നും പിടിക്കണ്ട, നീതിയൊക്കെ തന്നെ വരും. ചിലരൊക്കെ ചോദിക്കും, തെറ്റ് ചെയ്തില്ലെങ്കിൽ പ്രതികരിച്ചാൽ എന്താ? സൗകര്യമില്ലടാവേ. കണ്ട മിണ്ടുന്നില്ല. കാലം തെളിയിക്കും തെറ്റേത് ശരിയേത്. തിരിച്ചറിയാൻ പറ്റുന്നവരെ സ്തോത്രം ചെയ്യാവൂ. മിണ്ടാതിരുന്നു ദൈവമെന്നറിഞ്ഞു. ഈ ദിവസങ്ങളിൽ നിന്നെ ഉപദ്രവിച്ചവർ, നിന്നെ ശൂന്യമാക്കിയവർ വിട്ടുപോകുമെന്ന് ആത്മാവ് പറയുക. ഇപ്പം എന്താണ്ട് ലുങ്കി കേസിൽ പുള്ളി ജയിലിലായി. എന്താ കേസിലാ? ആ സെല്ലിനകത്ത് വേറെ 2 പേരൂടെ ഉള്ളൂ. ആരൊക്കെയാ? അപ്പക്കാരൻ്റെ പ്രമാണി. അവരും ഈ കേസിൽ തന്നെ ആണോ അറിയത്തില്ല. ഈ പൊട്ടക്കുഴി വീണാലും പൊത്തിപ്പറിന്റെ വീട്ടിൽ അനുഗ്രഹം ഇറക്കിയാലും ഭാര്യ ലുങ്കിക്കേസ് ഉണ്ടാക്കിയാലും യോസഫിന്റെ സ്വപ്നം മങ്ങത്തില്ല. ചിലതൊക്കെ ചിന്തിച്ചേക്കുന്ന നിന്റെ സ്വപ്നം മങ്ങിയെന്നാ. ഇല്ല ചേട്ടന്മാരെ, ഇല്ല പൊത്തിപ്പറേ, ഇല്ല രാജാവേ, എന്റെ സ്വപ്നം മങ്ങുന്ന സ്വപ്നമല്ല. തിരിച്ചറിഞ്ഞു വേണം സ്തോത്രം ചെയ്യാൻ. നിന്റെ സ്വപ്നം മങ്ങിയെന്നാ ചിലര് പറയുന്നേ. ഇല്ല, മങ്ങിയിട്ടില്ല. ഈ സ്വപ്നം വരെ ഉള്ളവൻ കിടക്കുന്നിടത്ത് കിടന്നാൽ കിടക്കുന്നവന് സ്വപ്നം കിട്ടും. കണ്ട മിണ്ടുന്നില്ല. ആ രാത്രി 2 പേര് 2 സ്വപ്നം കണ്ടു. സ്വപ്നമുള്ളവൻ്റെ അടുക്ക ഇരുന്നാൽ ഇരിക്കുന്നവനും എന്തോ കിട്ടും, സ്വപ്നം കിട്ടും. ഞൊണ പറയുന്നവൻ്റെ അടുക്ക ഇരുന്നാൽ
ഇരിക്കുന്നവനും കുറച്ച് നേരം കഴിയുമ്പം നുണ പറയും. കല്ല് വെച്ച നുണയനാവും. ചുരുള ശ്രദ്ധിക്കണം. ഒരാൾ പറഞ്ഞു, അപ്പൊ രാവിലെ രണ്ടുപേരും കൂടി ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കുക. യോസഫ് ചോദിച്ചു, എന്നാ? ഒരു സ്വപ്നം കണ്ടു, ഇച്ചിരി വിഷമത്തില്ല. അതെന്നാ? അതെ, ഒരു മുന്തിരിക്കൊല, അതേന്ന് 3 കൊമ്പ്, അതേന്നിങ്ങനെ ചാറ് പിഴിഞ്ഞ് കൊടുക്കുന്ന കാഴ്ച. പുള്ളി പറഞ്ഞു, 3 കൊല 3 ദിവസം, 3-ാം ദിവസം നിനക്ക് ജോലിയാ. ഉടനെ അപ്പുറത്ത് കിടന്ന പുള്ളിയും പറഞ്ഞു, ഞാനും കണ്ടു. എന്തുവാ കണ്ടേ? ഒരപ്പക്കൊട്ട, കൊട്ടയ്ക്കകത്തുനിന്ന് കാക്ക അപ്പം അടിച്ചു. പുള്ളി പറഞ്ഞു, നിന്റെ കാര്യം പോക്ക. ഗ്ലോറി ടു ഗോഡ്. കണ്ടോ? നിന്നെ എത്ര കാശിന് വിറ്റാലും സ്വപ്നം പോവുകയില്ല. ഉടുവസ്ത്രം ഇല്ലാതെ നിന്നെ ഒന്നുമില്ലാത്തവനാക്കിയാലും ജീസസ് നിന്റെ സ്വപ്നം പോകുകയില്ല. നിന്നെ തകർത്ത് റീത്ത് വെച്ചാലും നിന്റെ സ്വപ്നം പോകുകയില്ല. അതിന്റെ മീതെ നിന്റെ സ്വപ്നം വെളിപ്പെടാൻ പോവാ. നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ ഇന്നിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, ഹല്ലേലൂയ, നിന്റെ സ്വപ്നത്തെ തകർക്കാനാ ചിലര് നോക്കുന്നേ. മങ്ങരുത് സ്വപ്നം, മങ്ങരുത് വെളിപ്പാട്. കാര്യങ്ങൾ തിരിയാൻ പോവാ. നിന്നെ ഒന്നുമില്ലാതാക്കിയവൻ ഒന്നുമില്ലാതാകാൻ പോവാ. ഒരു വെളിപ്പാടൂടെ പറയാം. നിനക്ക് വിഷമം വരുന്ന ചില കാഴ്ച നിന്നെ വിഷമിപ്പിച്ചവരുടെ ഇടയിൽ ഉണ്ടാകാൻ പോവാ. ഒന്നുകൂടെ പറയാം, നിനക്ക് വിഷമം വരുന്ന ചില സംഭവങ്ങൾ നിന്നെ വിഷമിപ്പിച്ചവരുടെ ഇടയിൽ ഉണ്ടാകാൻ പോവാ. തിരിച്ചറിഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക. അമ്മേ, മറക്കരുത്, മറക്കരുത്. ദൈവം നിന്നെ ശൂന്യമാക്കിയവർ വിട്ടുപോകാൻ പോവുക. ആ ലെവലിൽ ദൈവം നിന്നെ പണിതീർക്കാൻ പോകുകയാ. യോസഫ് ഇപ്പൊ എവിടാ കിടക്കുന്നേ? കുണ്ടറയിൽ കിടക്കുക. ചോദ്യം, ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഈ കുണ്ടറയെന്ന് ഉടനെയെങ്ങും വിടുതലില്ല. ഇനിയും ആ ദൂത് തുടങ്ങുന്നത്. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. നിന്റെ സമയമല്ല, എൻ്റെ സമയമല്ല. എല്ലാത്തിനും ദൈവത്തിനൊരു സമയമുണ്ട്. ഇന്ന് രാത്രി ഞാൻ വെളിപ്പെടുത്താം, ഇത് ദൈവത്തിൻ്റെ സമയമാ. തിരിച്ചറിയുന്നവര്, ഇത് ദൈവത്തിൻ്റെ സമയമാ. നീ ചിന്തിക്കാത്ത സമയത്ത് നീ അനുഭവിക്കുന്ന അന്തരീക്ഷം മാറും. നീ ചിന്തിക്കാത്ത സമയത്ത് ചില അത്ഭുതം നിന്റെ വീട്ടിൽ നടക്കും. നീ ചിന്തിക്കാത്ത സമയത്ത് നിന്നെ ദരിദ്രനാക്കിയവർ ലജ്ജിക്കും. യോസഫ് ഒരു ദിവസം രാജാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കേട്ടോണം. പുഷ്ടിയുള്ള 7 പശുക്കൾ കേറി വരുന്നു. അതിൻ്റെ പുറകെ പുഷ്ടിയില്ലാത്തതും മെലിഞ്ഞതുമായ 7 പശുക്കൾ വരുന്നു. രണ്ട്, ആ മെലിഞ്ഞ 7 പശുക്കൾ പുഷ്ടിയുള്ള 7 പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. അതിൻ്റെ പുറകെ ഒരു വയല് കാണിച്ചു. അതിനകത്തുനിന്ന് നെൽമണി നിറഞ്ഞു നിൽക്കുന്നു.
7 നെൽമണി, അതിൻ്റെ പുറകെ 7 കരിഞ്ഞ കതിര്. നിറഞ്ഞ നെൽമണിയെ കരിഞ്ഞ കതിര് വിഴുങ്ങിക്കളഞ്ഞു. രാജാവ് ചാടി എഴുന്നേറ്റു. സ്വപ്നം അർത്ഥം അറിയാൻ ആളില്ല. മന്ത്രവാദികൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. രാവിലെ പാനപാത്രം ചെന്നപ്പം രാജാവിനോട് ചോദിച്ചു, മോഹം എന്താ വാടിയിരിക്കുന്നേ? പറഞ്ഞു, ഒരു സ്വപ്നം കണ്ടു, അർത്ഥം ആർക്കും മനസ്സിലാവുന്നില്ല. അവൻ പറഞ്ഞു, അർത്ഥം പറയുന്നവൻ നമ്മുടെ കുണ്ടറ കിടപ്പുണ്ട്. ഞാനിവിടെ ഒരു ദൂത് പറയുവാ, നിന്നെ ഉപദ്രവിക്കുന്നവർ വിട്ടുപോയി എന്നുള്ളതിൻ്റെ അടയാളം ഈ ദിവസങ്ങളിൽ നിന്റെ വീട്ടുവാതിക്കൽ ചിലത് നടക്കും. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. എനിക്കെന്തോ വലിയ ദൈവ നടത്തിപ്പ് ഇതിനകത്ത് തരിക. ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പ് നിന്നെ ഉപദ്രവിച്ചാൽ വിട്ടുപോകുന്ന കാഴ്ച ഞാൻ ആത്മകണ്ണുകളിലൂടെ കാണുക. പറയട്ടെ, എന്നെ ശ്രദ്ധിക്കാം. ചില ഗഹനമായ ദൂതാ പറയുന്നു. രാജാവ് ഓർഡർ ഇട്ടു, ഇവന്റെ താടി വെട്ടണം, മുടി വെട്ടണം, വസ്ത്രം മാറണം. ബ്യൂട്ടി പാർലറും സ്റ്റിച്ചിങ് സെക്ഷനും ഒന്നിച്ച് യോസഫ് കിടക്കുന്നിടത്തോട് ചെല്ലുക. ഇനി ഒരു വെളിപ്പാട് പറയാം. നിന്നെ ശൂന്യനാക്കിയവർ വേറൊരിടത്ത് ശൂന്യമാകാൻ തുടങ്ങിക്കഴിഞ്ഞു. സ്തോത്രം. നിന്റെ അവകാശത്തെ പിടിച്ചു പറിച്ചവൻ വേറൊരു സ്ഥലത്ത് ശൂന്യമാകാൻ തുടങ്ങിക്കഴിഞ്ഞു. നിന്റെ അവകാശത്തെ അപഹരിച്ചവൻ വേറൊരു ഭാഗത്ത് ശൂന്യമാകാൻ തുടങ്ങിക്കഴിഞ്ഞു. താടി വെട്ടി, മുടി വെട്ടി, വസ്ത്രം മാറി രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. രാജാവ് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. അവൻ വ്യാഖ്യാനിച്ചു, പുഷ്ടിയുള്ള 7 വർഷം, അടുത്ത 7 വർഷത്തെ നിന്റെ സമ്പൽസമൃദ്ധമായ ഭരണം, പിന്നത്തെ 7 വർഷം ദാരിദ്ര്യമാ, അത് ഈ സമൃദ്ധിയുടെ കാലത്തെ വിഴുങ്ങും. അതിനൊരു കാര്യം ചെയ്യണം, ഈ 7 വർഷത്തെ സമൃദ്ധിയുടെ കാലത്ത് നിന്റെ ദൈവത്തിന് ധാന്യങ്ങൾ ശേഖരിക്കണം. ഇത് ചെയ്താൽ നിന്റെ രാജ്യത്ത് മാത്രമേ ധാന്യം ഉണ്ടാവൂ. അതിനൊരാളെ നിയമിക്കണം. രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. ദൈവാത്മാവുള്ള ഇവനെ പോൽ ഒരുത്തനെ കണ്ടുകിട്ടുമോ? ഒരാമയും വരുന്നില്ല. ഞാനൊരു വെളിപ്പ, നിനക്ക് ഒരു കാലം വരും, നിന്നെ ഉപദ്രവിച്ചവർക്ക് നിലനിൽക്കാൻ വയ്യാത്തൊരു കാലം വരും. അന്തരീക്ഷം തിരിയാൻ പോവാ. ഇത് നിന്റെ രാത്രിയാ, ഇത് നിന്റെ രാത്രിയാ, ഇത് നിന്റെ രാത്രിയാ. ഹല്ലേലൂയ! ആർത്തു വിളിച്ചൊരു ഹല്ലേലൂയ! കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ! ഇച്ചിരൂടെ ഗഹനമായ ദൂത് പറയാം. നീ ചിന്തിച്ച സമയത്തല്ല, നനയാത്ത നാഴികയിൽ. നോക്കിയേ, 1 കൊല്ലം കൊണ്ട് നടക്കേണ്ടത് 1 മിനിറ്റ് കൊണ്ട് നടക്കുക. താടിയും മുടിയും വെട്ടി രംഗത്തോട് കൊണ്ട് നിർത്തി. ഫറവോൻ എഴുന്നേറ്റ് പറയുക, വേറെ ആളെ എന്തിനാ തപ്പുന്നേ? ദൈവാത്മാവുള്ള ഇവനെ പോലെ. പിന്നെ രാജാവ് ഇരുന്നോണ്ട് അങ്ങോട്ട് പറയുക, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. നീ പറയാതെ ഈ രാജ്യത്തൊരുത്തൻ്റെ കയ്യോ കാലോ അനങ്ങത്തില്ല. രാജാവ് പെട്ടെന്ന് 2 മോതിരം ഊരി അവൻ്റെ കൈക്കിടുന്നു. നിങ്ങൾ ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു. ഇന്നലെ കുണ്ടറയ്ക്കകത്ത് മിലിറ്ററി ഷൂസ് കൊണ്ട് ചവിട്ടിയ പടയാളി ഇന്ന് വിറച്ചുകൊണ്ട് നിൽക്കുക. ഒരാമയും വരുന്നില്ല.
അന്തരീക്ഷം ചേഞ്ച് ആകുന്നു. എനിക്കെന്തോ സംതിങ് ഹാപ്പൻഡ്. എന്നോട് ദൈവാത്മാ പറയാം, നിന്നെ ശൂന്യനാക്കിയവർ ഇന്ന് രാത്രി നിന്നെ വിട്ടുപോകുന്നു. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യ. എനിക്കറിയാം, ഇന്ന് ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്നെ ഉപദ്രവിച്ചവർ നിന്നെ വിട്ടുപോകും. എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. പിന്നത്തെ വാക്യം വായിച്ചോണ്ടല്ലോ, ധാന്യം ശേഖരിക്കാൻ ആളെ നിർത്തി. അളന്നങ്ങ് നിറച്ച്, ഈ വലിയ ഹോള് പോലുള്ളതൊക്കെ നിറച്ചു. കുറെ അളന്നവ പറഞ്ഞു, ഇനി അളക്കണ്ട, അളക്കാതെ ഇട്ടോളാൻ പറഞ്ഞു. രാജാവിൻ്റെ അപ്പുറത്ത് വേറൊരു സീറ്റ് സത്യത്തിലില്ല. ഇല്ലാത്ത തസ്തിക ഉണ്ടാക്കി നിനക്കു വേണ്ടി അർഹിക്കാത്ത പദവി ഒരുക്കുക. ആമേൻ. നിന്നെ ഒന്നുമില്ലാതാക്കിയില്ലയോ ചിലര്, അവരിപ്പോൾ ഒന്നുമില്ലാത്തവരായി നിന്റെ മുമ്പിൽ വരും. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. സ്തോത്രം, സ്തോത്രം. എനിക്കറിയാം, ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തു കാണിക്കുക. ഗ്ലോറി ടു ഗോഡ്. മനുഷ്യരുണ്ടാക്കിയ അന്തരീക്ഷമെല്ലാം മാറാൻ പോവാ, മാറാൻ പോവാ, മാറാൻ പോവാ, മാറാൻ പോവാ. നിന്റെ നിങ്ങൾ എന്നെ നോക്ക, നിങ്ങൾ എന്നെ നോക്ക്, പറയട്ടെ. ചേട്ടന്മാര് യോസഫിനിട്ട വില എത്ര? 20 വെള്ളിക്കാശ്. പൊത്തിഫറിന്റെ ഭാര്യ യോസഫിനിട്ട വില ഒരു കൈലിത്തുണിയുടെ വില. ഓക്കെ. ജയിലിൽ ചെന്നപ്പം ജയിൽ വാർഡൻ യോസഫിനിട്ട വില ഒരു വസ്ത്രത്തിന്റെ വില. എന്നാൽ സ്വർഗത്തിലെ ദൈവം യോസഫിനിട്ട വില ഒരു രാജ്യത്തിന്റെ വിലയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിലയില്ലെന്ന് നിന്നെ പുച്ഛിച്ചില്ലേ, ആ വില മാറുകയാ. നീ വിലയില്ലാത്തവെന്ന് പറഞ്ഞില്ലേ, ആ വില മാറുകയാ. യോസഫ് ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുമ്പം ദേണ്ട വരുന്നു സഞ്ചിയും തൂക്കിക്കൊണ്ട്. ആരാ? സഹോദരങ്ങൾ. ഗ്ലോറി. ഇന്നലകൾ ഇവനെ ഒന്നുമില്ലാതാക്കി മാറ്റിയവൻ ഇന്ന് ഒന്നുമില്ലാത്തവനായി യോസഫിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഇനി ഒരു പ്രവചന ദൂത് പറയാം. ഗ്ലോറി. നിന്റെ കുടുംബത്തിനെതിരെ വൃത്തം വരച്ച ചിലര്, നിന്റെ ഭാവിയെ എന്നും കടത്തിലാക്കിയ ചിലര്, നിന്റെ സമ്പത്തിനെ തകർത്ത ചിലര്, നിന്റെ വാഗ്ദത്തത്തെ മുടിച്ച ചിലര്, നിന്റെ അനുഗ്രഹത്തെ തകർത്ത ചിലര്, ഇന്ന് ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് യേശു പറയുക, അവർ ശൂന്യരാകും. ആമേൻ, ആമേൻ. ഞാനൊരു ചോദ്യം ചോദിക്കുക. ഇന്ന് രാത്രി വചനം കേട്ടപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ബോധ്യമാകുന്നുണ്ടോ, സാധാരണ നടക്കുന്നതിൽ നിന്നും വ്യത്യസ്തകരമായി എന്തൊക്കെയോ കാര്യം എൻ്റെ കുടുംബത്തിൽ ഉടനെ നടക്കും, ഉടനെ നടക്കും, ഉടനെ നടക്കും. ലൈവിൽ കാണുന്നവർ കൂടെ സഹകരിക്കാം. നിങ്ങളോടുള്ള ദൂതാണ്. ഒരാമീൻ വരുന്നില്ല. എന്നെ നോക്കാം.
സഹോദരന്മാർ യോസഫിന്റെ അവകാശത്തെ ആദ്യം പിടിച്ചു പറിച്ചു. ഇപ്പൊ യോസഫിന്റെ അവകാശം ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? പറ. രാജ്യത്തിന്റെ രണ്ടാമൻ. നോക്ക, യോസഫിന്റെ ഉടുപ്പ് വലിച്ചു കീറിയെടുത്തു. ഇപ്പൊ യോസഫിന്റെ വസ്ത്രം ഇമാജിൻ ചെയ്യാമോ? വസ്ത്രമുണ്ടാക്കുന്ന ധാരാളം കമ്പനി ആ രാജ്യത്ത് യോസഫിന്റെ കീഴിലുണ്ട്. 3, കയ്യിൽ പിടിച്ച അപ്പപ്പൊതി ചേട്ടന്മാർ വലിച്ചു പറിച്ചോ. ഒരു താക്കോൽ എനിക്കിതാ, ആരെങ്കിലും ഇതാ, വണ്ടിയോ കാറോ അലമാരിയോ ഒക്കെ ഉള്ള ഒരു താക്കോൽ ഇതാ, ചെറിയ തിരിച്ചു തരാം കേട്ടോ. നിങ്ങൾ എന്നെ നോക്കണം. സ്തോത്രം. നാടൻ ഭാഷ 15 കുപ്പൂസ് പിടിച്ചു പറിച്ചു. ഇപ്പൊ വേണ്ടേ യോസഫിനുള്ള താക്കോലിൽ നിന്ന് വിളങ്ങുക. ഏതാ താക്കോൽ? പറയാം. ആ രാജ്യത്തെ മുഴുവൻ അപ്പത്തിന്റെ കലവറയുടെ താക്കോൽ. Glory to God. നിങ്ങളോട് ഞാൻ വീണ്ടും ചോദിക്കുക, ഒരസാധാരണ സംഭവം നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നോ? എന്നോട് ദൈവം, ഇന്ന് രാത്രി മുതൽ മാറ്റത്തിന്റെ രാത്രിയാ. ഈ രാത്രി മാറ്റത്തിന്റെ രാത്രിയാ. നിന്നെ ഒന്നുമില്ലാതാക്കതിന്റെ പിമ്പിൽ കരം അടിക്കണേ, അടിച്ചോ. കൈ ഉയർത്തണേ, ഉയർത്തിക്കോ. സ്തുതിക്കണേ, സ്തുതിച്ചോ. യെസ്.